ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ്. അതുപോലെ വിശുദ്ധ നിക്കോളാസ് പുണ്യവാളൻ്റെ തിരുനാളാണ്. നമ്മൾ സാന്താക്ലോസ് എന്ന് വിളിക്കുന്ന പുണ്യവാളൻ്റെ തിരുനാളാണ്. ഇദ്ദേഹം ഒരു മെത്രാനായിരുന്നു. ഇദ്ദേഹം സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന അങ്ങനൊരു മെത്രാനായിരുന്നു. ചിലപ്പോഴൊക്കെ കൊച്ചിയിലൊക്കെ പപ്പാഞ്ഞി സാന്താക്ലോസ് രണ്ടും കൂടി കൂട്ടിക്കുഴക്കാറുണ്ട്. സാന്താക്ലോസ് എന്ന് പറഞ്ഞ സാൻ എന്ന് പറഞ്ഞ വിശുദ്ധൻ എന്നാണ്. ക്ലൗസ് അത് തന്നെയാണ്, നിക്കളൗസ് അതാണ് സാന്താക്ലൗസ്, വിശുദ്ധ ക്ലൗസ് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഇന്നത്തെ ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായമാണ്. അത് 17 മുതലുള്ള ഒന്നാമത്തെ വായന. യെശയ്യാ 29, 17 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ 2012 ഇതിൻ്റെ ആദ്യത്തെ വചനവുമായി ബന്ധപ്പെട്ടിരിക്കൊരു അനുഭവമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കാം. യെശയ്യാ 29, 17. അന്ന് ഞാൻ അച്ഛനായിട്ട് 3-ാമത്തെ വർഷമാണ്, 2012. അപ്പോൾ അച്ഛന്മാർക്ക് എന്ത് സന്ദേശം കൊടുക്കും എന്നൊരു വേദന എപ്പോഴുണ്ട്. ദൈവമേ, എന്തെങ്കിലും കൊടുക്കണമല്ലോ, എന്ത് കൊടുക്കും. അപ്പോൾ അന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ വായന പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ആദ്യത്തെ വചനം തന്നെ സ്പർശിച്ചു. അപ്പോൾ അന്നത്തെ ശുശ്രൂഷയിലുടനീളം ഈ വചനം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഭാഗത്തൊരു തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കുടുംബം, ഞാനായിരുന്ന പള്ളി അത് ചേർത്തല തങ്കിപ്പള്ളിയാണ്, അവിടെ അവർ വന്നു. അവർക്ക് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അവർ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന് മുട്ട് നിരങ്ങിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യ വെള്ളിയാഴ്ചകളിൽ അവർ അവിടെ വെള്ളിയാഴ്ച ശുശ്രൂഷയുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ വരാനായിട്ട് അവർ തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ കുർബാനെല്ലാം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് അടിമ സമർപ്പണം കൈവപ്പ് പ്രാർത്ഥന നടത്തുന്ന സമയത്തും ഇവർ ഈ സങ്കടം പറഞ്ഞു, 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ വചനം പറയാമെന്ന് തോന്നി. അവരോട് ഈ വചനം പറഞ്ഞു. അത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പ്രാർത്ഥിച്ചു, അവർക്ക് അനുഗ്രഹമായി. വചനം ഇതാണ്: ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. അപ്പം ലബനോൻ നല്ലൊരു ഭൂമിയാണെന്നാണ് ഞാൻ കരുതുക. തരിശ് ഭൂമിയൊന്നും അല്ല, നല്ല ഫലഭൂയിഷ്ഠമായൊരു ഭൂമിയാണെന്നാണ് ഞാൻ കരുതുക. പക്ഷേ ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, ലബനോൻ ഒരു തരിശ് ഭൂമിയാണെന്ന് കരുതുക. ഒന്നുമില്ല, ഒന്നും നട്ടപ്പിടിക്കാത്തൊരു ഭൂമി, ഒരു വിളവും തരാത്ത ഭൂമി, അങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കുക. അപ്പോൾ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും. നമ്മളിങ്ങനെ പാലക്കാട് കൂടിയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ വയലുകളിങ്ങനെ പച്ചപ്പായിട്ടിങ്ങനെ കിടക്കുന്നത് കാണാൻ. അത് ഒരു ഞാറ് നട്ടാൽ വയലാവില്ലല്ലോ, കുറേ ഞാറുകൾ നട്ടാൽ എത്രയോ ഏക്കർ കണക്കിന് ഭൂമി അങ്ങനെ വയലായി കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും, ഒന്നുമില്ല, ഒരു സാധനമില്ലാത്ത ഭൂമിയിൽ പിറ്റേ ദിവസം വയലായി കിടക്കുന്നു. അങ്ങനെ വയലായി തീരാനും, ഇനി അതൊരു വനമായി പരിഗണിക്കപ്പെടാനും. ഒരു മരമുള്ള സ്ഥലം വനമെന്ന് പറയില്ലല്ലോ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ വനമായി മാറും. അപ്പോൾ അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ, അതാണ് വചനം. അപ്പം ഞാനിങ്ങനെ അല്പസമയം പോരെ എന്ന വാക്കിൻ്റെ തൊട്ട് മുമ്പ് ദൈവമായ കർത്താവിന് എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരത് വെച്ച് പ്രാർത്ഥിച്ചു. 2012 ഡിസംബർ ആദ്യ വെള്ളിയാഴ്ച ഇതേ വായന തന്നെ. അന്നാണത് പറഞ്ഞത്. 2013 ജനുവരി മാസത്തിൽ പ്രഗ്നൻസി പോസിറ്റീവ്. 2013 ഓഗസ്റ്റ് 19-ാം തീയതി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 11 വയസ്സായി. ഞാൻ ഇന്ന് രാവിലെ ആ കുഞ്ഞിനെ ഫോണിൽ സംസാരിച്ചു. അലൻ ഷാജി എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അവർക്ക് പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, 11 വർഷത്തിനിപ്പുറം. അപ്പം ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഉദരത്തെ ഫലസമൃദ്ധി കൊണ്ട് നിറക്കണമേ കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. എത്ര നാളായി ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്നു. 2 പ്രാവശ്യം തോറ്റുപോയ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഒരുത്തൻ പോയിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ളവരാണ്. അപ്പം 3ാമത്തെ പരീക്ഷ, ടഫായിട്ടുള്ള പരീക്ഷ, അത് പാസ്സാകണ്ടേ. കുറേ പഠിച്ചിട്ടും കുറേ അലഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല, കടബാധ്യത മാറുന്നില്ല, സങ്കടം മാറുന്നില്ല, ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല, മരുന്ന് ഫലിക്കണില്ല, കഴിക്കുന്ന മരുന്നൊന്നും ഫലിക്കുന്നില്ല. അങ്ങനെ അവസ്ഥയുണ്ടെങ്കിൽ ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ. പ്രിയ ദൈവ പൈതലേ, ദൈവം വിചാരിച്ചാൽ നിന്നെ അനുഗ്രഹിക്കാൻ ഞൊടിയിട കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. അത് പ്രഭാഷകന്റെ പുസ്തകത്തിലും കൂടി മറ്റൊരു വചനമുണ്ട്, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രഭാഷകൻ 11:21. കർത്താവിൽ ശരണം വയ്ക്കുക, നിന്റെ ജോലി ചെയ്യുക, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. നമുക്കതുകൊണ്ട് ഈ ദിവസം, ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ കാലയളവിൽ ഇനി ഒരു 19 ദിവസം കൂടി ഉണ്ട്. ഇന്ന് 6-ാം തീയതിയല്ലേ ക്രിസ്മസിന്. ചോദിക്ക്, നിങ്ങളെ അനുഗ്രഹിക്കാൻ 2024 ഒരൊറ്റ ക്രിസ്മസ് മതി നിങ്ങൾ അനുഗ്രഹിക്കാൻ. കർത്താവ് വിചാരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രോഗം മാറണോ? മാസ്റ്റർ തൊട്ടാൽ, മാസ്റ്റേഴ്സ് ടച്ച് മേക്സ് ദ ഡിഫറൻസ്. ഒടയവൻ തൊട്ടാൽ എല്ലാം ശരിയാകും. നിങ്ങൾ അനുഗ്രഹിക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി, കർത്താവിന് അല്പസമയം മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.